ജലക്ഷേത്രമാണ്. ഇവിടുത്തെ ബാലനീസ് ഹിന്ദു സമൂഹം പവിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പൊ ഈ ഒരു ഹോളി സ്പ്രിംഗിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ വന്നിരിക്കുന്ന തീർത്ഥ എംബുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു ഹോളി സ്പ്രിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള ഒരു ജലക്ഷേത്രമാണ്. ഇവിടുത്തെ ബാലനീസ് ഹിന്ദു സമൂഹം പവിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ഒരു ക്ഷേത്രത്തില് ഒരുപാട് നീരുറവുകളുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഹോളി സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹോളി സ്പ്രിംഗിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് കുളിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അനുഗ്രഹം കിട്ടും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. തീർത്ഥ എംബുള് ഒരു ഹിന്ദു ജലദേവനായിട്ടുള്ള വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ബാലനീഷ് ഭാഷയിലാണ് ഇത് തീർത്ഥ എംബുൾ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എന്നാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് തീർത്ഥ എംബുള് ഒരു വിശുദ്ധ നീരുറവയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു തീർത്ഥ എംബുൾ ക്ഷേത്രത്തില് ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ബത്തൂർ പർവ്വതം എന്നിവയ്ക്കുള്ള ആരാധനാലയം കൂടി ഉൾപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ബാലിയിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ 5 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഒരു ജലസ്രോതസ്സിനെ ഇവർ കണക്കാക്കുന്നത്. AD 926 മുതൽ ഈ ഒരു തീർത്ഥ എംബുള് സജീവമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു വിശുദ്ധ ആരാധനാലയമാണെങ്കിൽ കൂടി ലോകമെമ്പാടുള്ള വിനോദസഞ്ചാരികൾ ഇപ്പൊ ഇതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ശുദ്ധീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയട്ടെ, 2017 മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മിഷേൽ ഒബാമ, അദ്ദേഹത്തിന്റെ മകള് മലിയ, നതാഷ, അവരെല്ലാരും ഒന്നിച്ച് ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു തീർത്ഥ